നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നൊന്നും അച്ഛനറിയില്ല. ഒരു കാര്യം സത്യമാ, മരണം അത് ജനിക്കുമ്പോൾ മുതൽ മനുഷ്യന്റെ കൂടെയുള്ളതാ. നമ്മളെ സ്നേഹിക്കുന്നവർ ഓരോരുത്തരായിട്ട് തിരിച്ചു പോവും, ഇതുപോലെ ഒരു മുന്നറിയിപ്പുമില്ലാതെ. നമുക്ക് കൂടെ പോവാൻ പറ്റുമോ? ജീവിച്ചല്ലേ പറ്റൂ. മോള് കരയരുതെന്ന് അച്ഛൻ പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോ നമുക്ക് വിഷമമുണ്ടാവും. എന്നാലും യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റൂ. മോളുടെ അച്ഛൻ ജീവിച്ചത് മോൾക്ക് വേണ്ടിയാ. മോള് സന്തോഷമായിട്ടിരിക്കണമെന്നല്ലേ അച്ഛൻ എപ്പോഴും ആഗ്രഹിച്ചത്. ഇനിയും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന അച്ഛനത് സഹിക്കില്ല. അതെ, ഇതൊക്കെ ഓരോരുത്തർക്കുള്ള പാഠവാ. മുതിർന്നവര് പറയുന്ന മുതുനെല്ലിക്ക് ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. പ്രായമായവരുടെ വാക്ക് അങ്ങനെ തള്ളിക്കളയരുതെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? എടി പെണ്ണെ, നിനക്കും കൂടാ ഞാൻ ഈ പറയുന്നത്. ഈ കല്യാണം വേണ്ടാന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു, ആരെങ്കിലും കേട്ടോ? എന്നിട്ട് ഇപ്പൊ എന്തായി ഫലം? എന്റെ പാവ സുധി ഇപ്പൊ ഈ അവസ്ഥയിലായി. ഇവളുടെ അച്ഛൻ ഇപ്പൊ തലയ്ക്ക് മുകളിൽ നിൽക്കുക. ഇനിയിപ്പൊ എന്തൊക്കെയാ വരാൻ പോതെന്ന് ആരറിഞ്ഞു? അതൊക്കെ ഇനി എന്തിനാ മുത്തശ്ശി പറയുന്നേ? പറയാതെ പിന്നെ എന്താടി, ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ? പെണ്ണെ, അധികം നെകളിക്കല്ലേ. നിങ്ങളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അവളൊരു എണ്ണമില്ലാത്തവള് തന്നെയാ. ഒന്ന് മിണ്ടാതിരിക്കമ്മേ, അവള് കേക്കും. എടി കേക്കട്ടടി, ഞാനതിന് ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ അമ്മേ, എല്ലാ മനുഷ്യരും ജാതകത്തിൽ നല്ലതും ചീത്തയും ഉണ്ട്. അമ്മയുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. എന്റെ എത്രാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചത് അത് അമ്മയുടെ കുറ്റം കൊണ്ടായിരുന്നു. അമ്മയുടെ അച്ഛന്റെ ജാതകം തമ്മിൽ പൊരുത്തല്ല ഉത്തമമായിരുന്നല്ലോ. എന്നിട്ട് അച്ഛനും അമ്മയും കൂടെ എത്ര കാലം ഒരുമിച്ച് ജീവിച്ചു. ജനിക്കുന്ന മരിക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നെങ്കിലേ എത്ര നല്ലതായിരുന്നു. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും അമ്മ ദേവിയെ കുറ്റം പറയല്ലേ. നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്നുകൊണ്ട് അവക്ക് നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് പിന്നെ എല്ലാ ലാഭമാണല്ലോ ഉണ്ടായത്. വയസ്സുകാലത്ത് തൊന്തയും തള്ളയെ നോക്കേണ്ട ഒരുവൻ വീണു പോയിട്ടും നിങ്ങൾക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തു പറയാനാ? അത് അവിടെ കുറ്റം കൊണ്ടാണോ അമ്മേ? സത്യം എന്താണെന്ന് അമ്മയ്ക്കും അറിയാവുന്നതല്ലേ? അയ്യോ, എനിക്കെല്ലാം അറിയാം. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഒന്ന് നിങ്ങൾ ഓർത്തോ, അവളെ ഇനി ഇവിടെ നിർത്തിയാ ഇനിയും കുഴപ്പങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ എന്റെ ദൈവമേ, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങൾ രണ്ടാളോടുമായിട്ട് ഞാനൊരു കാര്യം പറയാം. അമ്മ പറഞ്ഞൊന്ന് മനസ്സിൽ വെച്ചേക്കരുത്. ദേവിക മോളാകെ തകർന്നിരിക്കുക. അവിടെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഇപ്പം നമ്മളെ ഉള്ളൂ. സാധാരണ ഒരു പെൺകുട്ടിക്ക് താങ്ങാൻ പറ്റുന്ന ദുഃഖമല്ല അവൾ അനുഭവിക്കുന്നത്. അവൾക്ക് ധൈര്യം കൊടുക്കേണ്ടത് നമ്മളാ. അത് മറക്കണ്ട.
എന്റെ ഏട്ടൻ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയ വീടാ ഇത്. ഇനി ഈ വീട്ടിൽ താമസിക്കാൻ ഏട്ടന് സാധിക്കുമെന്ന് അറിയില്ല. എന്താ നോക്കുന്നേ? നിന്റെ നാക്കൊന്ന് നീട്ടിയേ. എന്തിനാ? കരുനാക്കാന്നോ നോക്കാനാ. ഒന്ന് പോവിടുന്ന്. നീ പറഞ്ഞത് ചിലപ്പോ സംഭവിച്ചേക്കാം. നിന്റെ ഏട്ടനും ഏട്ടത്തേക്കും ചിലപ്പോ ഈ വീട്ടിൽ ജീവിക്കാൻ സാധിച്ചെന്ന് വരില്ല. നമുക്ക് ചിലപ്പോ സാധിക്കും. അതെങ്ങനെ? നിന്റെ ഏട്ടത്തി ബാങ്കുകാർക്ക് വാക്ക് കൊടുത്ത പോലെ ഇതിന്റെ ലോൺ അടയ്ക്കാനൊന്നും അവർക്ക് സാധിക്കില്ല. അങ്ങനെ വന്ന ബാങ്ക് ഈ വീട് ലേലത്തിന് വെക്കും. ആ സമയത്ത് ഞാൻ ഈ വീട് ലേലത്തിൽ പിടിക്കും, നിനക്ക് വേണ്ടി. നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഈ വീട്ടിൽ താമസിക്കും. ചിലപ്പോ നമ്മുടെ ആദ്യ രാത്രിയും ഈ വീട്ടിൽ തന്നെ ആയിരിക്കും. ഇതൊക്കെ സാധിക്കോ ശരത്തേട്ടാ? എനിക്കെന്തോ ഇതൊക്കെ കേട്ടിട്ടൊരു വിശ്വാസം വരുന്നില്ല. നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. എന്നാ ഇതും വിശ്വസിക്കണം. ഞാൻ വിചാരിക്കുന്ന പോലെ എല്ലാം സംഭവിച്ചാൽ ഈ വീട് ഞാൻ വാങ്ങുന്നത് നിന്റെ പേരിലായിരിക്കും. നിനക്കുള്ള എന്റെ സമ്മാനം. ആ ഡോക്ടറെ ഞാൻ വിടില്ല. ആ ഡോക്ടറെ എന്റെ ഭാര്യയെ. എന്താ സിസ്റ്ററെ, എന്താ പ്രശ്നം? ഗുഡ്. മോളെ ജ്യൂസ്. മോളുടെ ജ്യൂസ് വന്നല്ലോ. എനിക്ക് ജ്യൂസ് വേണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനെ മോളെ? കുടിക്ക. എന്താ റോസ്മേരി? സർ, എത്രയും പെട്ടെന്ന് വരണം. ഇവിടെ ആകെ പ്രോബ്ലം ആണ്. എന്ത് പ്രോബ്ലം? സർ, ഡോക്ടർ സുനിതയെ ഒരു സംഘം ആളുകളെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്തിന്? സർ, ഒന്ന് വേഗം വന്നേ പറ്റൂ. ഞാനിതാ വരുന്നു. ഓക്കെ സർ. സ്വാമി, മോളെ നോക്കൂ, എനിക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകണം. ശരി. ഇതെന്തു പറ്റി? നിങ്ങളുടെ സാറ് റോക്കറ്റിന് തീ പിടിച്ച പോലെയാണല്ലോ പോയത്. നീ എന്താ കളിയാക്കണോ? അനാവശ്യം പറയില്ലേ സ്വാമി. ഇങ്ങനെ വെപ്രാളത്തോടെ എടുത്തു ചാടി പോകുന്ന കണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ആ ഫോൺ വന്നപ്പോഴാണല്ലോ ഡോക്ടർ വെപ്രാളത്തോടെ പോയത്. എന്താ സ്വാമി, ആരെങ്കിലും മരിച്ചോ? നിന്റെ കരിനാക്കെടുത്തൊന്ന് വളയ്ക്കാതെ.